കാണണം എന്നുള്ള കാര്യം പ്രതിഭാഗം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം വിധി വരുവാനാണ് സാധ്യത കൂടുതലുള്ളത്. എന്തായാലും ഒരിടവേളയ്ക്ക് വേണ്ടി കോടതി പിരിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് തന്നെ ജാമ്യ ഹർജിയിൽ വിധി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി സ്വീകരിക്കുകയായിരിക്കും ചെയ്യുക. റിമാൻഡിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ ഇവിടെ ജാമ്യ ഹർജി വിശദമായി തന്നെ വാദം കേൾക്കുകയുണ്ടായി. ഇന്ന് പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും പ്രാഥമികമായ വാദങ്ങൾ കേട്ടുകഴിഞ്ഞു. ആ വാദങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി വീഡിയോ ദൃശ്യം കാണണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് ഒരു തീരുമാനം. മിക്കവാറും ഇടവേളയ്ക്ക് ശേഷം ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കണ്ടതിന് ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് ജാമ്യ ഹർജിയിൽ ഒരു തീരുമാനത്തിലേക്ക് വരിക. അതായത് കണ്ണൂർ ആലക്കോട്ടെ ജുവലറി ഉദ്ഘാടന ചടങ്ങിന്റെ വീഡിയോ ദൃശ്യം, അതാണ് വിവാദമായ ആ വീഡിയോ ദൃശ്യം. ആ ചടങ്ങിൽ വെച്ചാണ്, ജുവലറി ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ അധിക്ഷേപിച്ചത്. അത് അധിക്ഷേപം, ലൈംഗിക അധിക്ഷേപം അല്ല എന്നാണ് പ്രതിഭാഗം ആവർത്തിച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് പ്രതിഭാഗം വാദിക്കുന്നു. അതിനാൽ തന്നെ ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടു നോക്കണം എന്നാണ് കോടതിയോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രോസിക്യൂഷൻ അതിന്റെ ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തു. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട് കോടതിയിൽ നിന്ന്. ഡാനി, എന്താണ് ഇപ്പോൾ കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്? ഇനി വിധിയാണോ വരാനിരിക്കുന്നത് ജാമ്യ ഹർജിയിൽ? മഞ്ജുഷ, സംബന്ധിയായ കാര്യങ്ങളിൽ ഇനി ഒരു വിധി പ്രസ്താവത്തിലേക്ക് മാത്രമായിരിക്കാം നീങ്ങുക എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാദം ഉണ്ടാകാനുള്ള ഒരു സാധ്യതകൾ കുറവ് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണണമോ എന്നുള്ളൊരു ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മറുപടിയും അതിന്റെ ഒരു വ്യക്തതയിലേക്ക് പോയിട്ടില്ല. മനസ്സിലാക്കുന്നതനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം, അതിന്റെ ഒരു ലഞ്ച് ബ്രേക്കിന് ശേഷം കോടതി കൂടുമ്പോൾ പിന്നീട് അതിന്റെ ഒരു നടപടിക്രമങ്ങളിലേക്ക് കടന്നേക്കും. ഇത് ജുഡീഷ്യൽ റിമാൻഡിലേക്കാണോ അതോ ജാമ്യത്തിലേക്കാണോ പോകുന്നതെന്ന് സംബന്ധിയായ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് ഇതുവരെയുള്ള ഒരു നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ നടന്നു. രണ്ടുപേർക്കും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാൻ തന്നെ മുൻപാകെ പറഞ്ഞിരിക്കുന്നു. ഇത് വലിയ കുറ്റം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. പുതിയ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വന്നിരിക്കുന്നു. അതിന്റെ ഗൗരവവും അതേ ഗൗരവത്തോടുകൂടി തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഗൗരവം തന്നെ അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകണമെന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ ആ രീതിയിലല്ല അതിൽ പ്രതിഭാഗം പറയുന്നത്. ഇതിൽ വന്നു പോയ സംഭവങ്ങളാണ്. ഇതിൽ നടിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇരുവരുമുള്ള സൗഹൃദം തുടരുകയും ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെയും ബോബി ചെമ്മണ്ണൂർ എന്ന ഒരു വ്യവസായിയാണ്, നിരവധി കാര്യങ്ങൾ ചെയ്യുന്നയാളാണ്, നിരവധി പേർക്ക് ജോലി നൽകുന്നു തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഒരു പരിഗണനയിലേക്ക് അടക്കം വരുന്നുണ്ട്. അതിനുശേഷം ഇന്ന് ഒരു 3 മണിയോടുകൂടി കോടതി വീണ്ടും ചേരുമ്പോൾ അതിനുശേഷം വിധി പ്രസ്താവത്തിലേക്ക് അടക്കം കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജിയിലാണ് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയാൻ പോകുന്നത്. അതിനു മുൻപ് പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങളാണ് കേട്ടത്. ഏറ്റവും ഒടുവിൽ 2024 ഓഗസ്റ്റ് 7-ാം തീയതി കണ്ണൂർ ആലക്കോട്ടുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഷോറൂം ഉദ്ഘാടനത്തിന്റെ വീഡിയോ ദൃശ്യം അത് കണ്ടു നോക്കണം എന്ന് പ്രതിഭാഗം ആവർത്തിച്ച് ആവശ്യപ്പെടുകയായിരുന്നു. അതാണ് വിവാദമായ ആ ജുവലറി ഉദ്ഘാടന പരിപാടി. അവിടെ വെച്ചാണ് തന്നെ ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ള കാര്യം ഹണി റോസ് ഉന്നയിച്ചത്. അതിന്റെ പേരിലാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഇത് അത്തരത്തിലുള്ള ഒരു ലൈംഗിക അധിക്ഷേപം അവിടെ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. അത് ആ വീഡിയോ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാകും എന്ന് പ്രതിഭാഗം ആവർത്തിച്ചു പറയുകയായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രോസിക്യൂഷനും ആവർത്തിച്ച് കോടതിയിൽ പറയുകയും ചെയ്തു. ദ്വയാർത്ഥ പ്രയോഗത്തോടെ ഹണി റോസിനെ കാണുമ്പോൾ കുന്തി ദേവി ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞത് അത് സെക്ഷുവലി കളേർഡ് റിമാർക്ക് എന്ന രീതിയിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത്. അതുമാത്രമല്ല, ഹണി റോസ് പോലീസിന് നൽകുന്ന പരാതിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രോസിക്യൂഷൻ അതേപടി കോടതിയിൽ വായിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഈ കണ്ണൂർ ആലക്കോട്ടെ ഈ ജുവലറി ഉദ്ഘാടന പരിപാടിയിൽ നടന്ന ലൈംഗിക അധിക്ഷേപം മാത്രമല്ല, അതിനുശേഷം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ബോബി ചെമ്മണ്ണൂർ തന്റെ അഭിമുഖങ്ങളിലൂടെ നടത്തിയ അധിക്ഷേപങ്ങൾ അതും കോടതിയിൽ പറയുകയുണ്ടായി. അതിനുശേഷം മറ്റൊരു ഉദ്ഘാടന ചടങ്ങിൽ വെച്ച്, ഒരു ജിമ്മിന്റെയും ബ്യൂട്ടി പാർലറിന്റെയും ഉദ്ഘാടന ചടങ്ങിൽ വെച്ചും ഇത്തരത്തിലുള്ള
പരാമർശങ്ങൾ നടത്തി. അത് മാത്രമല്ല തുടർച്ചയായി പിന്തുടരുന്നു എന്നുള്ള കാര്യവും ഹണി റോസിന് വേണ്ടി പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുകയുണ്ടായി. അങ്ങനെ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് ഇക്കാര്യത്തിൽ എന്നുള്ള കാര്യം സ്ഥാപിക്കുകയാണ് കോടതിയിൽ ചെയ്തത് പ്രോസിക്യൂഷൻ. ഇതിനെയാണ് പ്രതിഭാഗം എതിർത്തത്. വ്യവസായ നേട്ടങ്ങൾ, അവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ നേട്ടങ്ങൾ എടുത്തു കാണിക്കുകയുണ്ടായി പ്രതിഭാഗം. എത്രയോ പേർക്ക് തൊഴിൽ നൽകുന്ന ആളാണ് എന്നുള്ള കാര്യം പറയുകയുണ്ടായി. അന്വേഷണവുമായി പൂർണ്ണമായിട്ട് സഹകരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത്. ഒളിവിൽ പോകുന്നത് തടയുന്നതിന് വേണ്ടിയായിരുന്നു അറസ്റ്റ് ഉണ്ടായത്. അതുമാത്രമല്ല IPC അല്ല ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ BNS ആണ്. അതിനാൽ തന്നെ BNSലെ 75 വകുപ്പ് എന്ന് പറയുന്നത് അത് ലൈംഗിക അധിക്ഷേപം തടയുന്നതിന് വേണ്ടിയുള്ള ആണ്. അത് ജാമ്യമില്ലാ വകുപ്പാണ്, ജാമ്യം നൽകുവാൻ പറ്റാത്ത വകുപ്പാണ്. ജാമ്യം നൽകരുത് എന്നുള്ള കാര്യം കോടതിയിൽ ആവർത്തിക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ ചെയ്തത്. നേരത്തെ ഹൈക്കോടതിയിൽ നിന്നുണ്ട് ഉണ്ടായ വിധി, സമീപകാലത്തുണ്ടായ കഴിഞ്ഞ ദിവസമുണ്ടായ വിധിയും കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പ്രോസിക്യൂഷൻ. ലൈംഗിക അധിക്ഷേപം എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ ശരീരം വർണ്ണിക്കുന്നത് പോലും അതിന്റെ പരിധിയിൽ വരും എന്നുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാണിച്ചു. അത് ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലുള്ള ഒരു വാദം ഉന്നയിച്ചത് പ്രോസിക്യൂഷൻ കോടതിയിൽ. അല്പസമയത്തിന് ശേഷം ഏകദേശം 3 മണിയോടുകൂടി ഈ കേസിൽ ഒരു ജാമ്യാപേക്ഷയിൽ ഒരു വിധി വരുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിനു മുൻപ് ചിലപ്പോൾ ആ വീഡിയോ ദൃശ്യം കോടതി കണ്ടു നോക്കുവാനും സാധ്യതയുണ്ട്. അതിന്റെ ലിങ്ക് കോടതിയിൽ നൽകിയിട്ടുമുണ്ട്. പ്രതിഭാഗം കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ അത് ശ്രദ്ധയോടെ കേട്ടയാളാണല്ലോ ആജ്ഞ. എന്താണ് അവസാനം കോടതി ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്? ഇനി വിധി മാത്രമേ, ജാമ്യാപേക്ഷയിൽ വിധി മാത്രമേ വരാനുള്ളൂ, അതോ അതിനു മുൻപ് ആ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കണ്ടു നോക്കണം എന്നുണ്ടോ? മഞ്ജുഷ, വിധി അതായത് ഇപ്പോൾ ലഞ്ച് ബ്രേക്കിന് തിരിഞ്ഞിരിക്കുകയാണ്. വിധി അല്പസമയത്തിനകം എന്തായാലും ഉണ്ടാകും. ഇലക്ട്രോണിക് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അതിനാൽ ദൃശ്യം കോടതി കാണണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം ഈ ഘട്ടത്തിൽ ആ ദൃശ്യങ്ങൾ കാണാൻ പാടില്ല എന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരിപാടിയുടെ മുഴുവൻ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും മോശമായ കാര്യം കാണാൻ പറ്റില്ല എന്ന് പ്രതിഭാഗം ആരോപിക്കുമ്പോൾ തന്നെ ആ സോഷ്യൽ മീഡിയ, ആ വീഡിയോകൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് തന്നെയാണ്. അതിൽ ദ്വയാർത്ഥ പ്രയോഗമുണ്ട് എന്ന് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുമെന്ന് കൃത്യമായി പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. റിമാൻഡ് വേണ്ട, അതായത് റിമാൻഡ് വേണ്ട എന്ന് പ്രതിഭാഗം ആവർത്തിച്ച് പറയുന്നതും, കാരണം പ്രതിയുടെ ഫോൺ കയ്യിലുണ്ട്, ഏത് സമയത്തും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് റിമാൻഡ് വേണ്ട എന്ന് പറയുന്നതും. പക്ഷേ പ്രോസിക്യൂഷൻ അത് കൃത്യമായി പറയുന്നുണ്ട്. പ്രമുഖനാണ് അദ്ദേഹം, അറസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ വിദേശത്തേക്ക് കടക്കാനുള്ള പദ്ധതികൾ ഇട്ടിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകിയാലും വിദേശത്തേക്ക് കടക്കാനോ അല്ലെങ്കിൽ ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച് ഒളിവിൽ പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മാത്രമല്ല ഈ ഭാരതീയ ന്യായ BNS മുന്നോട്ട് വെക്കുന്നതനുസരിച്ചിട്ട് ഈ ഇപ്പോൾ ചുമത്തപ്പെട്ടിരിക്കുന്ന 75(1), 75(4) ഈ 2 കുറ്റങ്ങൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ക്രിമിനൽ കുറ്റവുമാണ്, അങ്ങേയറ്റം ശിക്ഷ നിഷേധിക്കപ്പെടാത്ത കുറ്റവുമാണ് എന്ന് തന്നെയാണ് കോടതി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്.